ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ബാക്കി വീഡിയോസ് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മെറ്റബോളിസം എന്തിനാണ് സഹായിക്കുന്നത്, മെറ്റബോളിസം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് തൈറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്. കാൽസ്യത്തിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതാണ് കാൽസിറ്റോണിൻ. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണുന്ന കാൽസിറ്റോണിൻ പാരാഫോളിക്കുലർ സെൽസും പാരത്ത ഹോർമോൺസ് പാരാതൈറോയ്ഡൊക്കെയാണ് നമ്മുടെ കാൽസ്യത്തിൻ്റെ ലെവൽ ഹോർമോൺസായിട്ട് കാൽസിറ്റോണിനും അതുപോലെ തന്നെ പാരത്ത ഹോർമോണാണ് നമ്മുടെ കാൽസ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് പാൻക്രിയാറ്റിക് ബീറ്റ സെൽസിലുള്ള ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ ഓൺ പാൻക്രിയാസിൻ്റെ ഗ്ലൂക്കഗോൺ ആൽഫ സെൽസസുമാണ് എന്ത് സഹായിക്കുന്നത്, ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓവർകമ്മിങ് എമർജൻസി കണ്ടീഷനിൽ മാത്രം ആക്ടിവേറ്റ് ആകുന്നത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അഡ്രിനാൽ മെഡുലിൽ കാണുന്ന എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇനി സ്ലീപ്പും എവേക്കൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിലുള്ള മെലാറ്റോണിൻ ആണ്. അതുപോലെ ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നത് തൈമോക്സിൻ എന്ന് പറഞ്ഞിട്ട് തൈമസ് ഗ്ലാൻഡിലുള്ള തൈമോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ്. ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നത് സൊമാറ്റോട്രോപ്പിൻ, നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ കാണുന്ന ഹോർമോൺസാണ് സൊമാറ്റോട്രോപ്പിൻ. അത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. മാസ്റ്റർ കൺട്രോൾ എന്നായിട്ട് പറയുന്നത് ഹൈപ്പോതലാമസിനെയാണ്. കാരണം ഹൈപ്പോതലാമസ് ആണ് എല്ലാ ട്രോപ്പിക് ഹോർമോൺസിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇനി വാട്ടറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആണ്. അത് കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിൽ ടെസ്റ്റിസിൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ, അതുപോലെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണും ഓവറിയിൽ കാണുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് റീപ്രൊഡക്ഷൻസിനെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മെൻ്റൽ ഹെൽത്തിൻ്റെയും ഹോർമോൺസ് ആയിട്ട് അറിയുന്നതാണ് ഡോപ്പമൈൻ, സെറാട്ടോണിൻ, എൻഡോട്രോഫിൻസ് ഒക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഹോർമോൺസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി ബ്ലഡിലുള്ള കാൽഷ്യം എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യണത് എന്ന് പറയാം. നമ്മുടെ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം, നമ്മുടെ കാൽഷ്യം അയോൺസ് ബ്ലഡിൽ നോർമൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 11 mg/100 ml ആണ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഒരു കാൽസ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു, കാൽസിറ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഇൻഹിബിറ്റ് ദ റീഅബ്സോർബേഷൻ ഓഫ് ദ കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബ്ലഡിലേക്ക് റീഅബ്സോർബേഷൻ, കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ ബ്ലഡിലേക്കുള്ള അബ്സോർബേഷൻ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാൽഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിലുള്ള കാൽഷ്യം ഫോസ്ഫേറ്റൊക്കെ ബ്ലഡായിട്ട് മിക്സ് ആക്കാതിരിക്കാനായിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആദ്യം അവരെന്താ ഇൻഹിബിറ്റ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്കുള്ള കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർബേഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ബോണുകളിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും റീഅബ്സോർബേഷൻ എന്താ പറയുക ബ്ലഡിലേക്കുള്ള അബ്സോർബേഷൻ എന്ത് ചെയ്യുന്നു, അതും ഇൻഹിബിറ്റ് ചെയ്യണ സമയത്ത് കാൽഷ്യത്തിൻ്റെ അളവ് ഇൻക്രീസ് ആയിട്ടുള്ള കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നു, നോർമലൈസ് ആയിട്ട് മാറുന്നു. ഇനി കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിലുള്ള പാരത്ത ഹോർമോൺസ് പാരത്ത ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ അളവ് കൂടുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും റീഅബ്സോർബേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ബോണുകളിൽ നിന്നുള്ള കാൽഷ്യം ഫോസ്ഫേറ്റും ആക്റ്റീവായിട്ട് നമ്മുടെ ബ്ലഡിൽ മിക്സ് ചെയ്യുന്നു. കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം ലെവൽ പാരതൈറോയ്ഡ് ഹാർമോണിൽ റിലീസ് ചെയ്യുന്ന പാരത്ത ഹോർമോൺസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എങ്ങനെയാണ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലുള്ള നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 70 to 100 mg/100 ml ആണ്. ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇസലറ്റ് ഓഫ് ലാംഗ്രഹൻസിലുള്ള ബീറ്റ സെൽസസ് എന്ത് ചെയ്യുന്നു, ഇൻസുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് സ്പീഡ് അപ്പ് ദ എൻട്രി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സെൽ ആൻഡ് ഹെൽപ്പ് ടു കൺവേർട്ട് ദ ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോൺ ഇൻ എ ലിവർ. നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ ഇനി ഗ്ലൂക്കോസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനൊക്കെ എന്തായിട്ട് മാറ്റുന്നു, ബീറ്റ സെൽസസ് ഗ്ലൈക്കഗോൺ ആയിട്ട് മാറ്റുന്നു, ലിവറിൽ കാണുന്ന ഗ്ലൈക്കഗോൺ ആയിട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ ആ ഗ്ലൂക്കോസ് മാറിയിട്ട് എന്താക്കുന്നു, ഗ്ലൈക്കഗോൺ ആക്കുന്നു. ആര്, ബീറ്റ സെൽ, ഇസലറ്റ് ഓഫ് ലാംഗ്രഹൻസിലുള്ള ബീറ്റ സെൽസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ആൽഫ സെൽസ് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, ഇസലറ്റ് ഓഫ് ലാംഗ്രഹൻസിൽ തന്നെ കാണുന്ന ആൽഫ സെൽസസ് ആക്ടിവേറ്റ് ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു,
ഗ്ലൈക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്ലൈക്കഗോണിനെ എന്ത് ചെയ്യുന്നു? ഷുഗറായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് അപ്പോൾ അളവ് കുറഞ്ഞ അളവ് എന്ത് ചെയ്യണം? കൂട്ടാൻ നോക്കണ്ടേ. അപ്പോൾ ആൽഫ സെൽസ് ഈസിലെറ്റ് ഓഫ് ലാംഗർഹാൻസിലുള്ള ആൽഫ സെൽസ് ആക്ടിവേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കഗോണിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസായിട്ട് മാറ്റുന്നു. അതാണ് ഇവിടെ നടക്കണ പ്രോസസ്സ്. ഇനി ഹൗ ഹൈപ്പോതലാമസ് കൺട്രോൾ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം. എങ്ങനെയാണ് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റത്തെ ട്രോപ്പിക് ഹോർമോൺസ് വെച്ചിട്ടാണ് ഇതാക്കുന്നത്. ഈ ട്രോപ്പിക് ഹോർമോൺസ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ ഇന്ന ഹോർമോൺസ് അവിടെ വേണം, ഇന്ന ആ സ്ഥലത്ത് ഇന്നത് ഹോർമോൺസ് വേണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് വേണ്ടപ്പെട്ട ഹോർമോൺസ്, ഇപ്പോൾ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രോപ്പിക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നിർത്തുകയാണ് വേണ്ടത് വെച്ചാൽ ഇൻഹിബിറ്ററി ഹോർമോൺസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ് വീഡിയോയിൽ പറയാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.